നമസ്കാരം. അസ്സാം വലൈക്കും. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഗ്രാമങ്ങളിൽ നടക്കുന്ന പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അത് വളരെ ശാന്തമായി സമാധാനപരമായി ഇന്നലെ പൂർത്തിയായിരിക്കും. മത്സരിച്ച സ്ഥാനാർത്ഥികളും അതേപോലെ തന്നെ ജനങ്ങളും വളരെ സമാധാനത്തോടു കൂടി വളരെ ശാന്തമായി എല്ലാ പ്രക്രിയകളും പൂർത്തിയായി നാളെ വോട്ടെണ്ണ പോവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിച്ചിട്ടില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നൊക്കെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരിക്കലും മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് മത്സര രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മത്സരിക്കുന്നില്ല. പല വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് വിദ്യാലയങ്ങളിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നാട്ടിലെ ഗ്രാമപഞ്ചായത്തിലേക്കോ മറ്റോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഏതായിരുന്നാലും ആ വിഷയം ഞാൻ വിടുകയാണ്. പലവരും അത് എന്നോട് ചോദിക്കുകയുണ്ടായി, വീണ്ടും എന്തുകൊണ്ട് മത്സരിച്ചില്ല, എന്താണ് കാരണമൊക്കെ. പക്ഷെ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഗ്രാമപഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലെ ഏതെങ്കിലും ബ്ലോക്കിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അതെൻ്റെ ശത്രുക്കളായ അസൂയാലുക്കളായ ആളുകളുടെ ഒരു കുപ്രചരണം മാത്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശാന്തമായ വളരെ സൗഹൃദമായ ഒരു മത്സരമാണ് നടന്നത്. ഞാൻ വോട്ട് ചെയ്ത എൻ്റെ ബൂത്തിൽ അവിടെ ഒതുക്കിങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ 22-ാം വാർഡാണ്. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള വ്യക്തി, വളരെ നല്ല ജനസമ്മതനായിട്ടുള്ള ഒരാളായിരുന്നു മത്സരിച്ചിരുന്നത്. അവൻ KP ജാഫർ. അദ്ദേഹം അവിടെ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് പൊതുരംഗത്ത് സജീവമായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ടുള്ള MC കുഞ്ഞിപ്പയാണ്. അദ്ദേഹവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് KV മുഹമ്മദ് അലി എന്ന കുഞ്ഞാൻ. അദ്ദേഹം നല്ല പൊതുപ്രവർത്തകനാണ്, സേവകനാണ്, വികസന നായകനാണ്, എല്ലാമാണ്. ആനക്കയം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നവൻ. അദ്ദേഹവും ഭൂരിപക്ഷത്തോട് കൂടി വിജയിക്കും. അപ്പം ഞാൻ ഇന്ന് വളരെ സംതൃപ്തനാണ്. ഞാൻ വോട്ട് ചെയ്ത 3 സ്ഥാനാർത്ഥികളും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന ഒരു സമാധാനത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. ഏതായിരുന്നാലും ജനാധിപത്യമാണ് വലുത്, ജനാധിപത്യത്തിലൂടെയാണ് മുന്നേറേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞത്. എന്തൊരു ശാന്തമായിട്ടാണ് അത് തീർന്നത് എന്നതിൽ വളരെ സന്തോഷമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ സൗഹൃദ മത്സരം ഇവിടെ ഉണ്ടാവാറില്ല. ആളുകൾക്കൊക്കെ ബോധം വന്നിട്ടുണ്ട്, ജനാധിപത്യത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജനാധിപത്യത്തിലൂടെ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ജനത്തിന് ബോധ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടെ കിട്ടിയ വോട്ടിന് ആശംസകൾ അർപ്പിക്കുകയാണ്. അവരുടെ ആ വോട്ട് വലുതാണ്, അവരെ അത്രയും ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരും അതേപോലെ വിജയിച്ച സാരഥികൾ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യും. ആരും ശത്രുക്കളായി കാണരുത്. വോട്ട് ചെയ്യാത്തവരാര്, ചെയ്തവരാര് നാം കരുതാൻ പാടില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആ വിശ്വാസ്യത, മതേതരത്വത്തിൻ്റെ നമ്മുടെ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട്, ശാന്തിയും സമാധാനവും ഉള്ള ഒരു ജീവിതമാണ് നമുക്ക് ആഗ്രഹം. അക്രമാസക്തമായ നമ്മുടെ കൂടെ, ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ കൂടെ സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. രാജ്യത്ത് വികസനമുണ്ട്, സമാധാനമുണ്ട്, ആഭ്യന്തര കലഹങ്ങളില്ല. വളരെ നല്ല നിലയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനാവട്ടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട
നാളെ എണ്ണിയാൽ അറിയുന്ന വിജയിച്ചിട്ടുള്ള സാരഥികളുടെ പ്രവർത്തനം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.